ചർച്ചയ്ക്കെത്തിയ ഇറാൻ്റെ നേതാക്കളെ വധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചളിക്കുണ്ടിലെ പുയുവിൻ്റെ രോദനമാണ് ട്രംപ് നടത്തിയതെന്ന് ഇറാൻ്റെ പ്രതികരണം. അങ്ങനെ സ്വിറ്റ്സർലൻഡുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചാ സംബന്ധമായിരിക്കുന്ന വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായി. ഏറെക്കുറെ ചർച്ച പരാജയപ്പെട്ട സ്ഥിതിയിലാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. കാര്യം ചർച്ച നടക്കുന്നതിനോടനുബന്ധിച്ച് നിരന്തരം അമേരിക്കയുടെ പ്രസിഡന്റ് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. അത് ഏറെക്കുറെ അവർ പറയുന്നൊരു മാനസിക നില തെറ്റിയിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ജൽപ്പനങ്ങളെ പോലെയാണ് ട്രംപ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല, യുദ്ധത്തിന് തങ്ങൾ എപ്പോഴും തയ്യാറാണ്, അത് തന്നെ തുടരുന്നതായിരിക്കും ഉചിതം എന്നുകൂടി സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹോർമുസ് കടൽ ഉടൻ തുറക്കുക. ഇതെപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ചർച്ച നടക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ചർച്ചയോടനുബന്ധിച്ച് ഇറാനെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഇറാനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികൾ സാധാരണഗതിയിൽ ട്രംപ് ചെയ്യാറുണ്ട്. ഏത് ചർച്ച നടക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ചില വെടി പൊട്ടിക്കും. അതിനനുസരിച്ച് ചില ചാനലുകാർ കാര്യങ്ങൾ ചോദിക്കും. അതിന് വളരെ രൂക്ഷമായ രീതിയിലും വൈകാരികമായ രീതിയിലും ട്രംപ് പ്രതികരിക്കും. സാധാരണ കാണുന്ന സംഭവം തന്നെയാണ്. അത് കുറച്ചും കൂടി ആക്കം കൂട്ടിയ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചതോടുകൂടി റൂട്ട് മാറിയിട്ടാണ് പിന്നീട് സഞ്ചരിച്ചത്. ഹിസ്ബുള്ള ഗ്രൂപ്പിന് നൽകുന്ന സഹായം അപ്പടി നിർത്തിവെക്കണം, ഹോർമുസ് കടൽ ഉടൻ തുറക്കണം, അതേപോലെ തന്നെ ഈ ഹോർമുസ് കടൽ തുറന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭാഗം കൂടി അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. ഹോർമുസ് കടൽ തുറക്കുന്നില്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുകയും ഇറാൻ്റെ 20% പെട്രോളിയത്തിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കൈവശത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഏറെക്കുറെ എന്താണ് എന്നുള്ളത് കൃത്യമാക്കുന്ന രീതിയിലാണ് ട്രംപിൻ്റെ ഭാഗത്തുള്ള പ്രതികരണം വന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ വല്ലാത്ത രീതി സങ്കീർണമായിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വെനിസുലയുടെ വിഷയം നിലനിൽക്കുകയാണ്. അത് അമേരിക്ക പറയാത്തത് കൊണ്ടാണ്. വെനിസുലയിൽ ഇഷ്ടംപോലെ പെട്രോളിയം ഉണ്ട്, അമേരിക്കയിലും ഇഷ്ടംപോലെ പെട്രോളിയം ഉണ്ട്. അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉള്ള അല്ലെങ്കിൽ റിഫൈനറി സംവിധാനമുള്ള ഒരു രാജ്യത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ നമുക്ക് അമേരിക്കയുടെ പേര് പറയാം. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് അത് പെട്രോളിയം ആക്കി മാറ്റുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടാകുന്നു. എന്നാൽ ഇറാൻ ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ടതും വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയതും ചിലവ് വളരെ കുറവാണ്. വെനിസുലയുടെ പ്രശ്നം, വെനിസുല ഒരു സമ്പന്ന രാജ്യമല്ല, ഒരു ദരിദ്ര രാജ്യമാണ് വെനിസുല എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവർക്കതെടുത്ത് വിൽപ്പന നടത്താൻ വേണ്ടി പറ്റുന്നില്ല? ഒരു പരിധിവരെ ഉപരോധം ഉണ്ടാവാം, എന്നാലും രഹസ്യമായ രീതിയിൽ ഇറാൻ ചെയ്യുന്ന പോലെ വിൽപ്പന നടത്താൻ പറ്റാത്തതിൻ്റെ കാര്യം ഒരുപാട് എണ്ണ ടാങ്കുകൾ ഉണ്ടായതുകൊണ്ട് കാര്യമല്ല, എണ്ണ കിണറുകൾ ഉണ്ടായതുകൊണ്ട് കാര്യമല്ല, നിർമ്മിച്ച് അതായത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വിതരണം ചെയ്യാൻ വേണ്ടി സാമ്പത്തികപരമായ രീതിയിൽ പണം കുറവുണ്ടാവണം. അഥവാ യഥാർത്ഥത്തിൽ ഇറാൻ്റെ പെട്രോളിയം $1 വിൽക്കാൻ പറ്റുന്ന സമയത്ത് ഇവിടെ വെനിസുലയുടെ പെട്രോളിനും അമേരിക്കൻ പെട്രോളിനും വില വരുന്നത് $10. അത്രയ്ക്ക് വില. അപ്പോൾ എത്ര ശതമാനം മാറ്റം ഉണ്ടായത് നമ്മൾ ഊഹിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഇറാൻ്റെ എണ്ണയോട് പെട്രോളിയത്തോടുള്ള താല്പര്യം അത് തന്നെയാണ്. ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ടതും നിലവിലെ ലോകത്ത് ഏറ്റവും ക്വാളിറ്റി ഉള്ളതും ഏറ്റവും പണം കുറഞ്ഞ പെട്രോളിയത്തിൻ്റെ പേരാണ് ഇറാനിയൻ പെട്രോൾ. അത് ഈ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ ഉച്ചകോടിയിൽ പല ഘട്ടങ്ങളിലും ഇറാനെ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അവരുടെ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട ഒപെക് സംവിധാനത്തോട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക എതിർത്തു, ചില അറബ് രാജ്യങ്ങൾ അന്ന് എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒപെക്കിൽ ഇറാൻ പെടാതെ പോയത്. പിന്നീട് ചില കരാർ വ്യവസ്ഥ പ്രകാരം താൽക്കാലികമായ രീതിയിൽ ചേർത്ത് എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ഥിരീകരണമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഇറാനെ മാറ്റി നിർത്തുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ പെട്രോളിയം വിൽപ്പന നടത്താൻ വേണ്ടി പറ്റില്ല, ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ 80% വിൽപ്പന നടത്തുന്നത് ചൈനയുമായിട്ട് ഡയറക്റ്റ് ത്രൂ ഡീലിംഗ് ഉണ്ട്. അവിടെ കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹോർമുസ് കടൽ കടക്കാൻ വേണ്ടിയിട്ട് ഇറാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഗൾഫ് കടലിൽ വെച്ച് ചൈനയുടെ ഒരു കപ്പലിൽ വെടിവെക്കുന്ന സ്ഥിതി ഉണ്ടായാൽ യുദ്ധത്തിൻ്റെ പാറ്റേണും രീതികളൊക്കെ മാറുമെന്ന് കൃത്യമായി അറിയാം. ആർക്ക്? അമേരിക്കക്ക് അറിയാവുന്നതിൽ അത് തൊട്ട് കളിക്കാറില്ല സാധാരണ. അതുകൊണ്ട് യഥേഷ്ടം ഒഴുകുന്നു, യഥേഷ്ടം അവർക്ക് പണം കിട്ടുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിനിമയം നടക്കുന്നത് യുവാൻ എന്ന് പറയുന്ന ചൈനീസ് കറൻസിയിലാണ്. ഡോളർ എന്ന് പറയുന്ന അമേരിക്കയുടെ കറൻസിയിൽ വിനിമയം നടത്താറില്ല, അത് നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഇറാനിയൻ പക്ഷം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെ ഒരു വിവരങ്ങൾ ട്രംപ് പറഞ്ഞതോടുകൂടി ഏറെക്കുറെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഇറാൻ വിട്ടുപോയിരിക്കുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വന്നു. എന്നാൽ ഇന്നത്തെ വൈകുന്നേരം വീണ്ടും ചർച്ചയുണ്ട് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കും. അവർ തിരിച്ചു പോന്നിട്ടില്ല. ഇവിടെ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് വളരെ പ്രസക്തമായിരിക്കുന്നൊരു കാര്യമാണ്. ഖത്തർ, പാകിസ്ഥാൻ, സ്വിറ്റ്സർലൻഡ് ഇവരാണ് ഇപ്പോൾ കാര്യമായിട്ട് മധ്യസ്ഥ റോളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ മേഖലയിൽ. അവരുടെ ക്ഷണപ്രകാരമാണ് ഇറാൻ എത്തുന്നത്, അവരുടെ ക്ഷണപ്രകാരമാണ് അമേരിക്കയും എത്തുന്നത്.
അപ്പോൾ ഉത്തരവാദിത്തത്തോടു കൂടി തിരിച്ചയക്കുക എന്നുള്ളത് ഇവരുടെ ബാധ്യതയും കടമയുമാണ്. ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. തങ്ങൾക്ക് ജീവിതവും മരണവും തുല്യമായി തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ മരണത്തെ പേടിക്കുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിൽ നിൽക്കില്ലല്ലോ, അപ്പോൾ തന്നെ നമ്മൾ കീഴടങ്ങി പ്രശ്നം തീർക്കലേ ചെയ്യുക. അപ്പോൾ മരണം ഞങ്ങൾക്ക് ജീവിതം പോലെ തന്നെയാണ്, അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ള കാര്യം മാത്രമാണ് അവർ പ്രതികരിച്ചത്. ഇറാൻ നേതാക്കന്മാർക്ക് അപകടം പറ്റിയാൽ അവിടെ ഒരു പ്രശ്നത്തിൻ്റെ റൂട്ട് മാറുന്നുണ്ട് കേട്ടോ. ഇറാൻ നേതാക്കന്മാർക്ക് അപകടം പറ്റിയാൽ ഈ പറയപ്പെട്ട രാജ്യങ്ങൾ തവിട് പൊടിയാവും. ഏത് രാജ്യങ്ങൾ? മധ്യസ്ഥ രാജ്യങ്ങൾ. അത് ഖത്തറിനും പാകിസ്ഥാനും സ്വിറ്റ്സർലൻഡിനും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ പേടിയുണ്ട്. സ്വിറ്റ്സർലൻഡും ഇറാനും തമ്മിൽ വലിയ ബന്ധമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നയതന്ത്ര ബന്ധം അമേരിക്കയും ഇറാനും തമ്മിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇല്ല. പക്ഷേ ഇവിടുന്ന് അമേരിക്കൻ പൗരന്മാർ ഇറാനിലെ അമേരിക്കൻ പൗരന്മാർ അമേരിക്കയിലുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ പൗരന്മാർ ഇറാനിലുമുണ്ട്. ഒറ്റപ്പെട്ടാണെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട്. ഇറാനിലെ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, അല്ലാതെ നയതന്ത്ര ബന്ധ വിഷയത്തിൽ എംബസിയോ കോൺസുലേറ്റോ ഉണ്ടായിട്ട് വരുന്നതെന്നല്ല. അപ്പോൾ ഇവർക്കിടയിൽ ഇപ്പോൾ ഫുട്ബോൾ കളി നടക്കുന്നു. ഫുട്ബോൾ കളി അമേരിക്കയിൽ ഇപ്പോൾ ലോകകപ്പ് ഫിഫ നടക്കുന്ന സമയത്ത് ഏകദേശം 75ഓളം ഇറാനിലെ കളിക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഇപ്പോൾ നിലവിൽ അമേരിക്കയിലുണ്ട്. 15ഓളം വിസകൾ അമേരിക്ക റദ്ദാക്കിയിട്ടുണ്ട്. 75 ആൾക്ക് വിസ കിട്ടിയിട്ടുണ്ട്. അതിൽ മധ്യസ്ഥത വഹിച്ചതും വിസ സംബന്ധമായ കാര്യങ്ങളൊക്കെ നീക്കുപോക്കൊക്കെ നടത്തിയത് സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലൻഡും ഇറാനും തമ്മിൽ വലിയ ബന്ധമാണ്. സ്വിറ്റ്സർലൻഡും അമേരിക്കയും തമ്മിലും ബന്ധമാണ്. ഈ ബന്ധത്തിനിടയിൽ ഒരു മധ്യസ്ഥൻ്റെ റോളിലാണ് അവർ നിൽക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറും അങ്ങനെ തന്നെയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ പ്രശ്നമുണ്ടായ സമയത്ത് അവരുടെ 5 പൗരന്മാരെ തടഞ്ഞു വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചത് ഖത്തറായിരുന്നു. അതിന് ഏകദേശം $6 ബില്യൺ എങ്ങാനും കൊടുത്തിട്ട് കുറേ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ്. ഖത്തറും ഇറാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഖത്തറും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇനി പാകിസ്ഥാനാണെങ്കിൽ യഥാർത്ഥത്തിൽ സമാധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ്റെ ഒരു പേര് തന്നെ ലോകം കേൾക്കുന്നത്. പ്രശ്നങ്ങളും വിഷയങ്ങളും ബോംബ് സ്ഫോടന ആക്രമണങ്ങളും ഭീകരവാദവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഒരു പേരിൽ മാത്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അറിയപ്പെടുന്നത്. ഒന്നുകിൽ ആഭ്യന്തര പ്രശ്നം, അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരി അട്ടിമറിച്ചുകൊണ്ട് സൈനികർ ഭരണം പിടിച്ചെടുക്കുക, അതല്ലെങ്കിൽ സൈനികരെ വെടിവെച്ചുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി ഭരണം പിടിച്ചെടുക്കുക. ഈ തരത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലിലാണ് കിടക്കുന്നത്. ഈ തരത്തിലാണ് അവിടുത്തെ രാഷ്ട്രീയം. ഒരു സുരക്ഷിതത്വമില്ലാത്ത ഒരു രീതിയിലാണ് പാകിസ്ഥാൻ്റെ ഭരണ സംവിധാനം തന്നെ നിലനിൽക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ പാകിസ്ഥാൻ 1947 സ്വാതന്ത്ര്യമായതിനു ശേഷം ഇതുവരെ ഒരു സമാധാനമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പാകിസ്ഥാൻ്റെ പേര് ആരും കേട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ പാകിസ്ഥാൻ്റെ പേര് കേട്ടു. 2 കാര്യം. അതിൽ അമേരിക്കയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ ഇതിലേക്ക് കക്ഷിയായിട്ട് കൊണ്ടുവരുന്നത്. ഒന്ന്, പാകിസ്ഥാൻ എന്ന് പറയുന്ന ആണവായുധമുള്ള രാജ്യമാണ്. രണ്ടാമത്തെ മുസ്ലിം രാജ്യമാണ്. അപ്പോൾ അമേരിക്ക നേരിട്ട് കൊണ്ട് മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ഇടപെടുന്നതിനേക്കാളും നല്ലത് പാകിസ്ഥാനാണ്. അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് പാകിസ്ഥാന് വലിയ ബന്ധമുണ്ട് എന്നതിനാൽ അവരിതിനെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കേൾക്കാൻ വേണ്ടി സാധിച്ചത്. പലതരത്തിലും ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രധാനമായിരിക്കുന്ന ഒരു കക്ഷിയായിട്ട് പാകിസ്ഥാൻ ഇറാൻ കണ്ടിട്ടൊന്നുമില്ല. കാര്യം പറഞ്ഞാൽ നിഴൽ പോലെയാണ് അമേരിക്കയുടെ നിഴൽ പോലെയാണ് പാകിസ്ഥാൻ. എന്ത് ചെയ്താലും വിഷയങ്ങൾ ഉണ്ടാക്കിയാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയാണ് കക്ഷിയെങ്കിൽ വലിയ വിഷയം ഉണ്ടാക്കാറില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ സ്ഥിതികൾ ഇങ്ങനെ പോയത് എന്ന് ചുരുക്കം. അപ്പോൾ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം വളരെ കൃത്യമാണ്. ഹോർമുസ് തങ്ങളുടെ കടലാണ്, അതിൽ അധികാരം ആർക്കുമില്ല. അത് അടക്കണോ തുറക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇറാനാണ്. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർമ്മിക്കാൻ താല്പര്യമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ സമ്പുഷ്ട യുറേനിയം അത് ഉണ്ടാക്കുക എന്നുള്ളത് രാജ്യ താല്പര്യത്തിന് അനുസരിച്ച് സമാധാന പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. തങ്ങളത് ചെയ്യുന്നതാണ്, തടയാൻ വേണ്ടി പാടില്ല. മിസൈലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ നിർമ്മിക്കുന്നു. അതിന് ഇറാൻ മാത്രം നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഈ കാര്യം വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇറാൻ അവിടെയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ സഹായിക്കരുതെന്ന്. ഹിസ്ബുള്ള ഗ്രൂപ്പിനെ സഹായിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? ലെബനാൻ തങ്ങളുടെ സഖ്യകക്ഷി പോലെയുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ സഹായിക്കുക എന്നുള്ളത് തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. തങ്ങൾ ചെയ്യാറുണ്ട്. നിങ്ങളെങ്ങനെ ഇസ്രായേലിനെ സഹായിക്കുന്നു? നിങ്ങളുമായിട്ട് ആ രാജ്യത്തിന് ബന്ധമില്ലല്ലോ. അത് വേറൊരു രാജ്യമല്ലേ, വേറൊരു റിപ്പബ്ലിക് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവരെ സഹായിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ലെബനാനെ സഹായിക്കാം എന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയങ്ങളിൽ നിന്നോ നിലപാടുകളിൽ നിന്നോ സമീപനങ്ങളിൽ നിന്നോ ഒരു മാറ്റം വരുത്തിയിട്ടില്ല.
ഇത് വല്ലാത്ത രീതിയിൽ അമേരിക്ക പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ പ്രതികരിക്കാൻ സാധിക്കും. ഇങ്ങനെ വാക്ക് ഈ ഡിക്ഷണറി നിന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും കനമുള്ള വാക്കുകൾ എടുത്തുകൊണ്ട് ഇറാന് നേരെ പ്രയോഗിക്കുന്നു എന്നല്ലാതെ ഇതൊന്നും ഇറാൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ കൊല്ലപ്പെടുകയോ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ പിന്നീടുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും അവസ്ഥകളും കണക്ക് കൂട്ടിയാൽ കൂടാത്ത തരത്തിലേക്ക് മാറിപ്പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.